ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ വീണ്ടും ഒരു മൺഡേ എത്തിയിരിക്കുന്നു. നമ്മുടെ മൺഡേ മോട്ടിവേഷൻ്റെ ദിവസമാണ്. ഈ ഒരു ദിവസം ആ, കഴിയുന്നിടത്തോളം എനിക്ക് വീഡിയോസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട്. അതിൽ കമൻറ്റ് ബോക്സ് വരുമ്പോൾ എനിക്കത് വായിക്കുമ്പോൾ ഭയങ്കര ഒരു ഫീലിംഗ് ആണ്. കാര്യം എത്ര പേർക്ക് നമ്മൾ വിചാരിക്കും ചെറിയ കാര്യമാണെന്ന്, പക്ഷേ ആ ചെറിയ കാര്യം ഒരുപാട് പേർക്ക് ഒരു വലിയ കാര്യമായിട്ട് തന്നെയാണ് അത് എടുക്കുന്നതെന്ന് അത് ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് സത്യം പറഞ്ഞാൽ. ഇതൊരു ഷെയറിങ് ഓഫ് തോട്ട്സ് ആണെന്ന് പറയാം. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയുമ്പോൾ അതിനനുസരിച്ചിട്ട് ഓരോരുത്തരും അവരവരുടേതായ അഭിപ്രായങ്ങൾ പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി പരസ്പരം അറിയാനും കുറച്ചുകൂടെ നമ്മുടെ ഒരു അറിവ്, ഈ ലോകത്തിനെക്കുറിച്ചുള്ള അറിവ്, നമ്മുടെ എക്സ്പീരിയൻസുകൾ പരസ്പരം ഷെയർ ചെയ്യുന്ന പോലെയാണ്. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു ഇൻറ്ററാക്റ്റീവ് ആയിട്ടുള്ളൊരു സദസ്സാണല്ലോ നമ്മൾ ഈ ഒരു മൺഡേ മോട്ടിവേഷനിൽ വരുന്നത്. ഓഡിയൻസ് ആയിട്ട് വരുന്നവരാണെങ്കിലും പറയുന്ന ആളാണെങ്കിലും നമ്മൾ ഇൻട്രാക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അല്ലാണ്ട് ഒരു വൺ സൈഡഡ് സംഭവമായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുമ്പോൾ എൻ്റെ കുറച്ച് തോട്ട്സാണ്. ഇത് ഒരുപാട് പേർക്ക് തോന്നുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതായത് നമ്മുടെ ലൈഫിൽ ഒരു പൊസസീവ്നെസ് എന്ന് പറഞ്ഞൊരു സംഭവമില്ലേ. പൊസസീവ്നെസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളോട് ഭയങ്കരമായിട്ട് ഒരു സ്വാർത്ഥത നമുക്കുണ്ടാകണം. നമ്മുടേതാണെന്നുള്ളൊരു തോട്ടിൽ വേറെ ആരോടും ആ പർട്ടിക്കുലർ പേഴ്സൺ കൂടുതൽ അടുക്കുന്നത് നമുക്ക് ഇഷ്ടപ്പെടില്ല. അതാണ് ഈ പൊസസീവ്നെസ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് തന്നെ പല രീതിയിലാകും. അപ്പോൾ മക്കളോട് പൊസസീവ് ആകാം, അച്ഛനമ്മമാരോട് പൊസസീവ് ആകാം, ഭർത്താവിനോട് പൊസസീവ് ആകാം, പിന്നെന്താ പറയുക, കാമുകൻ അഥവാ ബോയ് ഫ്രണ്ടിനോട് പൊസസീവ് ആകാം. ഇത് സ്ത്രീകളെ സംബന്ധിച്ച്. അപ്പോൾ ആണായാലും പെണ്ണായാലും ഈ പൊസസീവ്നെസ് എന്നുള്ളത് ഒരു സെക്കൻഡ് നേച്ചർ പോലെ കൊണ്ട് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഗേൾ ഫ്രണ്ടിനോട് ബോയ് ഫ്രണ്ടിനെ പൊസസീവ്, ഹസ്ബൻഡിന് ഭാര്യയോട് പൊസസീവ്നെസ് കൂടാം, അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പറ്റില്ല. അച്ഛനമ്മമാർക്ക് മക്കളോടാകാം, തിരിച്ചാകാം. അതായത് ഒരു കുഞ്ഞിന് ചിലപ്പോൾ അച്ഛനമ്മമാരോട് കൂടുതൽ പൊസസീവായി, മറ്റു സഹോദരങ്ങളുമായിട്ട് അച്ഛനമ്മമാർ കൂടുതൽ അടുക്കുന്ന ഇഷ്ടപ്പെടില്ല. അങ്ങനെ ഒരുപാട് മേഖലകളിൽ നമ്മുടെ ഈ ഹ്യൂമൻ റിലേഷൻഷിപ്സിൽ തന്നെ ഈവൻ കുട്ടികൾക്ക്, സ്റ്റുഡൻസിനുമായി ടീച്ചേഴ്സിനോട് പൊസസീവ്നെസ് തോന്നാം. അങ്ങനെയൊക്കെ ഉണ്ടാവാമല്ലോ. ടീച്ചേഴ്സിന് കുട്ടികളോട് പൊസസീവ്നെസ് തോന്നാം. ഒറ്റപ്പെട്ട സംഭവങ്ങളായിരിക്കാം, പക്ഷേ ഇറ്റ് ഓൾ ഹാപ്പൻസ്. ഓക്കെ, ഇത് ലൈഫ് ഈസ് വെരി കോംപ്ലിക്കേറ്റഡ് സത്യം പറഞ്ഞാൽ. അതായത് ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിലും മനുഷ്യൻ്റെ ബന്ധങ്ങളാണ്, ഈ ബന്ധങ്ങൾ, റിലേഷൻഷിപ്സ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു ഏരിയ ആണ്. അതുപോലെ തന്നെ വളരെ കോംപ്ലിക്കേറ്റഡ് ആൻഡ് ആർക്കും തന്നെ മനസ്സിലാകാത്ത ദുരൂഹതകളുള്ള ഒരുപാട് ബന്ധങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുണ്ടാവും, നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്കാരുടെ ഇടയിലുണ്ടാകാം. അപ്പോൾ ഈ പൊസസീവ്നെസ് ഒരു വിധത്തിൽ നല്ലതായിരിക്കാം, പക്ഷേ ഒരു പരിധി കഴിഞ്ഞാൽ അത് വലിയ ഒരു ബാധ്യതയായി മാറും. ആ ബാധ്യത എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഈ പൊസസീവ്നെസ്സിൻ്റെ മറ്റൊരു എക്സ്ട്രീം ഫോം ചിലപ്പോൾ അത് സംശയരോഗത്തിലേക്ക് കടന്നു പോകും. ഒരാൾക്ക് മനസ്സമാധാനം കിട്ടില്ല. അതായത് പൊസസീവായിരിക്കുന്ന ആളിനും മനസ്സമാധാനം കിട്ടില്ല. ആരോടാണോ ആ ഒരു പൊസസീവ്നെസ് ഉള്ളത് അവർക്കും മനസ്സമാധാനം ഉണ്ടാവില്ല. കാരണം ഇപ്പോൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ കാര്യം എടുക്കാം, എക്സാമ്പിൾ. ഇപ്പോൾ ഭർത്താവിന് ഭാര്യയോട് ഭയങ്കര പൊസസീവ്നെസ് ഉണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെ വരുമ്പോൾ അത് എക്സ്ട്രീം ലെവലിൽ പോയിട്ട് ഭാര്യയെ സംശയിക്കാനും കൂടി തുടങ്ങും. ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഭാര്യ എങ്ങോട്ട് പോയാലും, ഭാര്യ ആരോട് സംസാരിച്ചാലും എല്ലാത്തിനെക്കുറിച്ചും പുള്ളിക്കാരനൊരു വേവലാതിയായിരിക്കും. കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെതായ ജോലി, കാര്യങ്ങൾ, തിരക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ജോലി സ്ഥലത്തിരിക്കുമ്പോഴും ചിന്തകളെല്ലാം തന്നെ ഈ ഭാര്യയുടെ പിന്നാലെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കും. ഭാര്യ വർക്കിംഗ് ലേഡിയും കൂടെ ആണെങ്കിൽ പറയേണ്ട ആവശ്യമില്ല. വീട്ടിൽ ഇരിക്കുന്ന ആളാണെങ്കിൽ പോലും സംശയരോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ എവിടെ ഇരുന്നിട്ടും കാര്യമില്ല. വിളിച്ചു നോക്കും, വിളിച്ചു ചോദിക്കും, ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ മനസ്സമാധാനം കംപ്ലീറ്റ്ലി പോയി. പിന്നെ വീട്ടിൽ ഇരിക്കുന്ന ഭാര്യയുടെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കും. അവർക്കും ഒരു സമാധാനം ഉണ്ടാവില്ല. ഇങ്ങനെ പെസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുക, സംശയത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുക, സംശയകരമായ രീതിയിൽ നോക്കുക, അവരുടെ ഓരോ പ്രവൃത്തിയും മോണിറ്റർ ചെയ്യുക, അതിനെക്കുറിച്ച് വിമർശിക്കുക. ഇങ്ങനെയൊക്കെ വരുമ്പോൾ എങ്ങനെ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും? രണ്ടു കൂട്ടർക്കും സമാധാനമില്ല. വലിയ കഷ്ടമല്ലേ അങ്ങനെ വരികയാണെങ്കിൽ? ഇത് അങ്ങനെ ഒരു ഫാമിലിയിൽ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള റിലേഷനിലാണ്. തിരിച്ച് ഭാര്യയ്ക്ക് ഭർത്താവിനോട് പൊസസീവ്നെസ് ഉണ്ടെങ്കിൽ ഇതേ പ്രശ്നമാണ്. ഭാര്യയ്ക്ക് ഭർത്താവിന് സംശയം, പൊസസീവ്നെസ്സിൻ്റെ കൂടുതലിൻ്റെ എക്സ്ട്രീമിസ് സംശയം. പുള്ളി ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ഇവർക്കൊരു സമാധാനമില്ല. വീട്ടിലിരിക്കുമ്പോൾ അങ്ങേരെ അവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ആരോടും മിണ്ടുന്നു, എന്ത് ചെയ്യുന്നു, ഒരു ഫോൺ വന്നാൽ സംശയം, ഇങ്ങനെ പോകും. അതൊരു പരമ്പര പോലെയാണ്. അത് ഒരു സൈഡിൽ നിന്ന് തുടങ്ങി അത് നിൽക്കില്ല, തീരില്ല. അതാണ് അവസ്ഥ. ഇത്തരം കാര്യങ്ങൾ ബോയ് ഫ്രണ്ട് ആൻഡ് ഗേൾ ഫ്രണ്ട് റിലേഷൻഷിപ്പിലും ഉണ്ടാകാം, ലവേഴ്സിൻ്റെ ഇടയിൽ. പിന്നെ സഹോദരങ്ങൾ തമ്മിലുണ്ടാകാം.
പിന്നെന്താ പറയുക, അതൊക്കെ വളരെ അപൂർവമാണ്, പക്ഷെ ഉണ്ടാവാം. പിന്നെ അച്ഛനമ്മമാരോടും ഉണ്ടാകാം, ഏതെങ്കിലും ഒരു അമ്മയോടോ അച്ഛനോടോ മാത്രമാവാം. അമ്മയ്ക്ക് മറ്റു മക്കളുമായിട്ട് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ വേറെ അങ്ങനെ വരുമല്ലോ. പിന്നെ കൊച്ചുമക്കളുടെ കാര്യത്തിൽ അവരുടെ കൊച്ചുമക്കളോട് സ്നേഹം കൂടുതലാണ്, മറ്റവരോട് കുറവാണ്. അങ്ങനെയൊക്കെ ഉള്ളൊരു അവരുടെ മക്കളെ മാത്രം സ്നേഹിച്ചാൽ മതി എന്ന് പറയുക. ഇതൊക്കെ ഒരു പൊസസീവ്നെസ്സിൻ്റെ എക്സ്ട്രീം ലെവലിലേക്കാണ് അത് കാര്യങ്ങൾ പോകുന്നത്. പിന്നെ ഒരു റിലേഷൻഷിപ്പ് അപ്പോൾ ഇങ്ങനെ ഓരോ സിറ്റുവേഷൻസിലും ഇങ്ങനെ മാറി മാറി വരുന്നൊരു കാര്യമാണ്. ഈ പൊസസീവ്നെസ് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ്. കുറച്ച് പരിധിക്കൊക്കെ ആകാം, പക്ഷെ അതിനപ്പുറം ആകാൻ പാടില്ല. ഇതിങ്ങനെ ആലോചിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഞാൻ തുടക്കത്തിൽ, അതായത് എൻ്റെ കോളേജ് ഡേയ്സിലൊക്കെ ഞാൻ ഭയങ്കര പൊസസീവായിട്ടുള്ള ഒരാൾ തന്നെയായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, ഫ്രണ്ട്സിൻ്റെ കാര്യത്തിൽ നമ്മൾ പലപ്പോഴും പൊസസീവ് ആകും. അപ്പോൾ ഞാൻ സ്ത്രീകൾ മാത്രം പഠിക്കുന്ന കോളേജിൽ പഠിച്ചിട്ടുള്ള ആളാണ്. ഞാൻ ത്രൂ ഔട്ട് എൻ്റെ ലോ സ്റ്റഡീസിൻ്റെ ആ സമയം വരെയും ഞാൻ സ്ത്രീകൾ മാത്രം അല്ലെങ്കിൽ പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ പഠിച്ചിട്ടുള്ളൂ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ ലോ പഠിക്കുമ്പോഴാണ് ഒരു മിക്സഡ് ആയിട്ടുള്ളൊരു കോളേജിൽ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ ഓരോ കാലഘട്ടത്തിലും. ലോയ്ക്ക് പഠിക്കുന്ന സമയത്തല്ല ഞാൻ പറഞ്ഞത്, അതിന് മുന്നേ. അപ്പോഴൊക്കെ കുറച്ചുകൂടെയൊക്കെ വലുതായല്ലോ. സ്കൂൾ ഡേയ്സ്, പ്ലസ് ടുവിൻ്റെ സമയം, ഓക്കെ, അന്ന് പ്രീ ഡിഗ്രി. അപ്പോൾ എനിക്ക് ആ കാലത്തൊക്കെ ഞാൻ വളരെ പൊസസീവായിരുന്നു എന്ന് ഇപ്പോൾ എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ തോന്നും. എൻ്റെ ഫ്രണ്ട്സ് ഞങ്ങളൊരു ഗ്യാങ് ഓഫ് ഫ്രണ്ട്സ്, ഒന്നോ രണ്ടോ അടുത്ത ഫ്രണ്ട്സ് ഉണ്ടാകും. അവർ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, നമ്മുടെ ഓരോ ലൈഫിൽ ഓരോ സ്റ്റേജസിൽ നമ്മൾ കടന്നു പോകുമ്പോൾ ഇത് എല്ലാവർക്കും സംഭവിക്കുന്നതാണ്. പക്ഷേ ഇത് ജനറൽ റൂളാണെന്ന് വെച്ചാൽ അല്ല. ചില ആൾക്കാർക്ക് ഉള്ളൂ കേട്ടോ ഈ പ്രശ്നം. എനിക്കന്ന് വലിയൊരു മോശപ്പെട്ട സ്വഭാവമായിട്ട് തന്നെ എനിക്ക് പറയാൻ പറ്റും. അതിപ്പോൾ പറയാൻ പറ്റും. അന്ന് എനിക്കറിയില്ലായിരുന്നു. എനിക്ക് ഭയങ്കര പൊസസീവായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് എന്നോട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യണം. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ എനിക്കൊരു പ്രയാസമാണ്. അവരെല്ലാം ഞാൻ കുറച്ച് പൊസസീവായിരുന്നു എന്ന് പറയാം ആ ഒരു പീരീഡിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു പൊസസീവ്നെസ് ഫ്രണ്ട്സിൻ്റെ കാര്യത്തിലേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് അടുത്ത കാലഘട്ടം എന്ന് പറയുമ്പോൾ അത് കണ്ടിന്യൂ ചെയ്തിരുന്നു. പ്രീ ഡിഗ്രിയുടെ സമയത്താണെങ്കിൽ ഡിഗ്രിയുടെ സമയത്താണെങ്കിൽ അതാത് കാലഘട്ടങ്ങളിൽ കൂടെ നിന്ന് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന എൻ്റെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സിൻ്റെ കാര്യത്തിൽ എനിക്കത് ബാധകമായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ സമയത്ത് എന്ത് സംഭവിക്കുന്നു, ഈ ഒരു പൊസസീവ്നെസ്സോട് കൂടി തന്നെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ കാര്യത്തിൽ ഞാൻ പൊസസീവായി തുടങ്ങി. പക്ഷേ ആ ഒരു പൊസസീവ് നേച്ചർ എന്നെ മാറ്റിയെടുത്തതിൽ ഒരു വലിയ പങ്ക് 2 വ്യക്തികൾക്കാണ്. ഒന്ന് എൻ്റെ അച്ഛൻ, 2 എൻ്റെ ഹസ്ബൻഡ്. ഈ 2 ആൾക്കാരുമാണ് എന്നെ ഒരു നേർവഴിക്ക് നടത്തിയെന്ന് പറയാം. കാര്യം അച്ഛൻ എന്നോട് പറഞ്ഞു, ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴെല്ലാം അങ്ങനെ കുറച്ചായിരുന്നു. അപ്പോൾ അച്ഛനറിയാം എനിക്ക് ആ ഒരു പൊസസീവ് സ്വഭാവം ഉണ്ടെന്നുള്ള കാര്യം. ഓക്കെ, അന്നൊന്നും അധികം കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ പിൽക്കാലത്ത് വിവാഹമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് ഉപദേശങ്ങളൊക്കെ തന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ മക്കളുടെ കാര്യത്തിൽ പൊസസീവ് ആകുകയാണെങ്കിലും നമ്മളവരെ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നാൽ അവർക്ക് എല്ലാവരുടെയും സ്നേഹം കിട്ടണ്ടേ. അച്ഛൻ്റെയും സ്നേഹം വേണം, മുത്തശ്ശിയുടെ സ്നേഹം വേണം, എല്ലാവരുടെ സ്നേഹവും വേണം. നമ്മുടെ സ്നേഹം മാത്രം പോരാ, ദേ ഡിസേർവ് ഇറ്റ്. അപ്പോൾ നമ്മളങ്ങനെ ഭയങ്കര പൊസസീവ്. അപ്പോൾ ഞാൻ എൻ്റെ മക്കളുടെ കാര്യത്തിലും തുടക്കത്തിൽ ഇച്ചിരി പൊസസീവായിട്ടിരുന്ന ഒരാളാണ്. ഹസ്ബൻഡിൻ്റെ കാര്യത്തിലും പൊസസീവായിരുന്നു. മക്കളുണ്ടായപ്പോൾ അതായിരുന്നു. ഓക്കെ, അപ്പോൾ അച്ഛൻ എനിക്ക് ഉപദേശം തന്നു, അത് ശരിയല്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, മോളെ, നിനക്ക് ശരിക്കും ജെനുവിനായിട്ട് നിൻ്റെ മക്കളോട് സ്നേഹമുണ്ടെങ്കിൽ അവരെ സ്നേഹിക്കണം എന്നല്ലേ വിചാരിക്കേണ്ടത്. നിനക്ക് മാത്രം സ്നേഹിച്ചാൽ മതിയോ? പോരല്ലോ. ആ സ്നേഹം ഞാൻ എൻ്റെ മക്കളെ സ്നേഹിക്കുന്ന പോലെ തന്നെ അവരുടെ അച്ഛനും എല്ലാവരും അവരെ സ്നേഹിക്കണം. എന്നാലേ അവർക്ക് എൻ്റെ എല്ലാ ഗുണം കിട്ടുള്ളൂ. എല്ലാവരുടെ സ്നേഹം ആ കുട്ടികൾ അർഹിക്കുന്നു. അതുകൊണ്ട് നമ്മൾ കുറച്ച് സെൽഫ്ലെസ് ആകണം. അങ്ങനെ പൊസസീവ് ആകരുത്. മറ്റുള്ളവർക്കും കൂടെ സ്നേഹിക്കാൻ അവസരം കൊടുക്കണം എന്നുള്ളൊരു നല്ല ഉപദേശം തന്നിട്ടുണ്ട്. അതെനിക്ക് സത്യം പറഞ്ഞാൽ അതൊരു ഐ ഓപ്പണറായിരുന്നു. പറഞ്ഞ ആ വാക്കുകളെല്ലാം ഞാനത് ശരിക്കും ആലോചിച്ചു. ശരിയാണല്ലോ, എന്തൊരു മണ്ടത്തരമാണ്. എനിക്ക് മാത്രം സ്നേഹിച്ചാൽ മതി എന്ന് പറഞ്ഞ് നടക്കുന്നത്. അത്രയും പൊസസീവ് ആകാൻ പാടില്ലല്ലോ. ആ ഒരു മെഗ്നാനിമിറ്റി അപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. അതുപോലെ തന്നെയാണ് ഹസ്ബൻഡിൻ്റെ കാര്യം. പുള്ളിക്കാരനാണെങ്കിൽ ഒട്ടും തന്നെ പൊസസീവ്നെസ് ഇഷ്ടമുള്ള ഒരാളല്ല. ഓക്കെ, ഞാനൊരു ക്ലിങ്ങിങ് ടൈപ്പായിരുന്നു. എല്ലാത്തിനും കൂടെ നടക്കണം, കൂടെ നിൽക്കണം, അങ്ങനെയൊക്കെ വിചാരിച്ച് എനിക്കെപ്പോഴും ഒരു സപ്പോർട്ടായിട്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം മാറ്റി ഇൻഡിപെൻഡൻ്റ് ആകണം, സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കണം. വെറുതെ ഇങ്ങനെ ക്ലിങ് ചെയ്ത് നടക്കുന്നത് നല്ലതല്ല, അത് ഇഷ്ടമല്ല എന്നുള്ള രീതിയിൽ കൺവേ ചെയ്ത് കാര്യം അങ്ങനെ നമ്മളൊരാളുമായിട്ട് അത്രയും പൊസസീവായിട്ട് നമ്മൾ എല്ലാത്തിലും ഡിപ്പെൻഡ് ചെയ്ത് പോയാൽ നമുക്ക് ഒറ്റയ്ക്ക് നിൽക്കേണ്ട ഒരു കാലഘട്ടം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ തളർന്നു പോയില്ലേ? നമുക്കതിനുള്ളൊരു കെൽപ്പുണ്ടാവില്ലല്ലോ. അതുകൊണ്ട് നമ്മളെപ്പോഴും ഇൻഡിപെൻഡൻ്റായിട്ട് നമ്മളിൽ തന്നെ നമ്മൾ ആശ്രയിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള ആ ഒരു മെസ്സേജ് എനിക്ക് കൺവേ ചെയ്ത് പ്രാക്ടിക്കലായിട്ട് പ്രാവർത്തികമാക്കി എനിക്ക് മനസ്സിലാക്കി തന്ന ഒരാളാണ്. പുള്ളി അങ്ങനെ ഒരു ക്ലിങ്ങിങ് ടൈപ്പല്ല. അതെനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. എനിക്കങ്ങനെ എൻ്റെ പിന്നാലെ നടന്ന് വലി തൂങ്ങി നടക്കുന്ന ടൈപ്പ് ഭാര്യ എനിക്ക് വേണ്ട. ആ ടൈപ്പ് ഭാര്യയല്ല എനിക്കിഷ്ടം. ഐ ലൈക്ക് ഇൻഡിപെൻഡൻറ്റ്
ഫീമെയിൽ ആ ഒരു കാറ്റഗറി ഓഫ് അങ്ങനത്തെ ഒരു സ്ത്രീയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. സ്വന്തം കാലിൽ നിൽക്കുന്ന, സ്വന്തം അല്ലാതെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എവിടെ പോലെ ചേട്ടാ 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 എന്ന് പറയുക നടക്കുന്നത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് ആ ഒരു പ്രായം എന്ന് പറഞ്ഞാൽ ചെറിയ പ്രായമാണ്. എനിക്കന്ന് 10-22 വയസ്സല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. അപ്പോൾ ജീവിതമാണ് നമ്മളെ അങ്ങനെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എനിക്കങ്ങനെ മാറാൻ സാധിച്ചു. എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ മാറാൻ സാധിച്ചു. ഞാനത് എന്നെ പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ചു. ഓക്കെ, അതങ്ങനെയാണ് വേണ്ടത് എന്ന് മനസ്സിലായപ്പോൾ ഞാൻ കുറച്ചുകൂടെ ബോൾഡ് ആൻഡ് ഇൻഡിപെൻഡൻ്റ് ആവുന്നു. ഇങ്ങനെ വാലേ തൂങ്ങി നടക്കുന്ന സ്വഭാവമൊന്നും ഇല്ലാണ്ടായി. എനിക്ക് കുഴപ്പമില്ല. അല്ലെങ്കിൽ അതൊക്കെ മോശമായി പോകുമായിരുന്നു. ചിലപ്പോൾ ഞാൻ ഭയങ്കര ഓവർ പൊസസീവായിട്ട് ജീവിച്ചിരുന്നെങ്കിൽ എനിക്ക് പിന്നെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ എപ്പോഴും അത് തന്നെ ആലോചിച്ചുള്ളൂ. ഹസ്ബൻഡിനെ കുറിച്ച് മാത്രം ആലോചിക്കുന്നു, അദ്ദേഹം എന്ത് ചെയ്യുന്നു എന്നാലോചിക്കും. അങ്ങനെ ആലോചിക്കില്ലേ, സ്വാഭാവികം. ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം മറന്ന് അങ്ങനത്തെ ഒരു തോട്ട് പ്രോസസ്സിലേക്ക് പോകുമായിരുന്നു. പക്ഷേ അതിൽ നിന്നെല്ലാം എന്നെ തുടക്കത്തിൽ തന്നെ അഡ്വൈസൊക്കെ ചെയ്ത് മാറ്റി. എനിക്കത് ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ ഓക്കെ, ആ ഒരു പ്രായത്തിൽ നമ്മളെ മോൾഡ് ചെയ്യാനും കുറച്ചുകൂടി ഈസിയാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള കാര്യം, നമ്മൾ ഒരു പൊസസീവ് നേച്ചർ നമ്മൾ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന രീതിയിലുള്ളൊരു പൊസസീവ്നെസ് ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, സ്വാർത്ഥ താല്പര്യങ്ങളൊക്കെ, ഹസ്ബൻഡ് എൻ്റെ ഭർത്താവാണ്, എൻ്റെ ഭാര്യയാണ്, എൻ്റെ മക്കളാണ്, എൻ്റെ അച്ഛനമ്മ, ഓക്കെ, അത് ഒരു പരിധി വരെ ഓക്കെയാണ്. ആ ഒരു സ്നേഹത്തിൻ്റെ മറ്റൊരു രൂപമാണ് ഈ പൊസസീവ്നെസ്. പക്ഷേ അത് എക്സ്ട്രീം ലെവലിലേക്ക് പോയാൽ മറ്റുള്ളവർക്കത് ദോഷമായിട്ട് വരും. അവർക്കതൊരു ബുദ്ധിമുട്ടാകും, അവർക്കതൊരു ശല്യമായി മാറും, നമ്മളോടുള്ള ഇഷ്ടമൊക്കെ കുറയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്വയം മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ സ്നേഹിക്കുന്ന ആളുകളെ മറ്റുള്ളവർ സ്നേഹിക്കട്ടെ, എന്താ കുഴപ്പം? സ്നേഹിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ലല്ലോ. അങ്ങനെ അവർക്ക് നല്ല കാര്യങ്ങൾ, അതായത് ഇപ്പോൾ നമ്മളെ വിട്ടുപോകണം എന്നല്ല പറഞ്ഞതിൻ്റെ, നമ്മളോടുള്ള സ്നേഹം നിലനിൽക്കുമ്പോഴും അവർക്ക് സൗഹൃദങ്ങൾ വേണ്ടേ. സോഷ്യൽ ബീയിങ് ആണ് ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറഞ്ഞാൽ, സോഷ്യൽ ആനിമലാണ്. അപ്പോൾ സൊസൈറ്റിയിൽ മൂവ് ചെയ്യേണ്ട ആൾക്കാർ പല സാഹചര്യങ്ങളിൽ പല ആൾക്കാരെയും മീറ്റ് ചെയ്യും, പല ആൾക്കാരോടും സംസാരിക്കേണ്ടി വരും. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ തെറ്റിദ്ധരിക്കാനോ അല്ലെങ്കിൽ അവരോടൊന്നും മിണ്ടരുതെന്ന് പറയാനോ ചെയ്യാൻ പാടില്ല. പ്രൊഫഷണലായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ, ബന്ധുക്കളോടുള്ള റിലേഷൻഷിപ്സ് ആകാം, നല്ല ബന്ധങ്ങളുമായിട്ട് പോകേണ്ട. ചില ആൾക്കാരുണ്ട് കല്യാണം കഴിച്ച് കഴിയുമ്പോൾ സംഭവം ആകെ മാറും, സ്വഭാവമേ മാറും. കാര്യം ഭാര്യമാർ ആ രീതിയിൽ അവരെ ട്യൂൺ ചെയ്ത് മാറ്റും. അതായത് അവർക്ക് ഭാര്യയ്ക്ക് ഇഷ്ടമല്ല ബന്ധുക്കളുമായിട്ട് സംസാരിക്കുന്നത്, കൂട്ടുകൂടുന്നത്, അതൊന്നും ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് അങ്ങനെ കൺവിൻസ് ചെയ്യും. അങ്ങനത്തെ ചില ഭർത്താക്കന്മാർ അങ്ങനെ മാറാറുണ്ട്. തിരിച്ചും അതുപോലെ ഭർത്താക്കന്മാർക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് ഭാര്യമാർ മാറാറുണ്ട്. അതൊക്കെ ഒരു നാച്ചുറൽ പ്രോസസ്സിൽ ചെയ്യാൻ പാടില്ല. കാര്യം ഓരോരുത്തർക്കും ഓരോ വ്യക്തികളാണ്. ആ വ്യക്തികളെ മറ്റൊരാൾ ഇൻഫ്ലുവൻസ് ചെയ്ത് മാറ്റാൻ പാടില്ല. അത്തരം കാര്യങ്ങൾ പോസിറ്റീവായിട്ടുള്ള ഇൻഫ്ലുവൻസുകൾ ഈസ് ഓക്കെ, വെൽക്കം, നല്ല കാര്യമാണ്. പക്ഷേ ഇങ്ങനത്തെ നെഗറ്റീവ് ഇൻഫ്ലുവൻസ് നല്ലതല്ല. അപ്പോൾ ഭർത്താവ് എന്താ ചെയ്യുക, ഭാര്യയുടെ വീട്ടിൽ വിടുന്നില്ല, ബന്ധുക്കളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ സമ്മതിക്കില്ല, അത്രത്തോളം പൊസസീവായിട്ട് പിടിച്ച് വെച്ചുകൊണ്ടിരുന്നാൽ ഇറ്റ്സ് നോട്ട് ഗുഡ്. അപ്പോൾ അവരതനുസരിച്ച് മാറേണ്ടി വരും. ഹസ്ബൻഡിനെ പിണക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ചിലപ്പോൾ ഡിപ്പെൻഡൻ്റ് ആയിട്ട് ജീവിക്കുന്നവരായിരിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ സമാധാനമല്ലേ വലുത്. ഒരു വിവാഹ ജീവിതത്തിൽ സമാധാനത്തിന് ഏറ്റവും വലിയ വിലയുള്ളൊരു കാര്യമാണ്. അപ്പം അദ്ദേഹത്തിന് അത് ഇഷ്ടമല്ല, അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വീട്ടിലെപ്പോഴും വഴക്കാണെന്നുണ്ടെങ്കിൽ വേണ്ട എന്ന് വിചാരിക്കും. അപ്പോൾ അതുവരെയും സ്നേഹിച്ചിരുന്ന അച്ഛനെയും അമ്മയും സഹോദരങ്ങളെ എല്ലാവരെയും വിട്ടു നിൽക്കുന്നൊരു സിറ്റുവേഷൻ ചില വീടുകളിൽ വരാറുണ്ട്. അതുപോലെ തന്നെ തിരിച്ചു ഭർത്താക്കന്മാരും പലപ്പോഴും കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. കാര്യം ഭാര്യയ്ക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് പുള്ളിക്കാരൻ്റെ വീട്ടിലേക്ക് വിടുകയോ അവരുടെ ബന്ധുക്കളായിട്ട് ബന്ധപ്പെടാൻ സമ്മതിക്കുകയോ ഒന്നും ചെയ്യാത്ത ഭാര്യമാരുണ്ട്. ഭയങ്കര പൊസസീവായിട്ട് പിടിച്ച് വെച്ചുകൊണ്ടിരിക്കുക. അതെന്തിനാണ്? അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഇഷ്ടം കൊണ്ടായിരിക്കില്ല, ഭർത്താവിനത് സന്തോഷം കൊണ്ടായിരിക്കില്ല ചെയ്യുന്നത്. പക്ഷേ വീട്ടിനകത്തൊരു കലഹം ഒഴിവാക്കാമല്ലോ, സമാധാനമല്ലേ വലുതെന്ന് വിചാരിച്ചിട്ട് സമ്മതിക്കും. പക്ഷേ ഇതൊക്കെ ഒന്നും ശരിയല്ല. അതൊക്കെ ഒരു ഫ്രസ്ട്രേറ്റിംഗ് പോയിൻ്റാണ്. ഒരു സ്റ്റേജ് കഴിയുമ്പോൾ അവരതുമായിട്ടങ്ങ് അതുമായിട്ടങ്ങ് അഡ്ജസ്റ്റഡ് ആയി, പിന്നെ അത് അങ്ങനെ തന്നെ ആയിരിക്കും. ഇതെല്ലാം അത് പിന്നെ പറയുക ആൾക്കാർ ഭയങ്കര ഹെൻപെക്റ്റായി പോയി എന്നൊക്കെ പറയാറില്ല ചില ഭർത്താക്കന്മാരെ കുറിച്ച്. അവർ ഹെൻപെക്റ്റ് ആകുന്നതാണ്. കാര്യം ആ ഒരു സിറ്റുവേഷനിൽ ചിലപ്പോൾ അവർക്ക് ഫൈറ്റ് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാവില്ല, അവർക്ക് സമാധാനമില്ല. ഓക്കെ, അവർ പറയുന്നത് കേട്ട പ്രശ്നം തീർന്നല്ലോ എന്ന് വിചാരിക്കും. അതുവരെ സ്നേഹിച്ച ആൾക്കാരെയൊക്കെ ചിലപ്പോൾ മാറ്റി നിർത്തും. അപ്പോൾ ഇത് രണ്ടും നല്ലതല്ല, പ്രശ്നങ്ങളാണ്. അങ്ങനെ വേണ്ട. പരസ്പരം നല്ല കോൺഫിഡൻ്റ് ആയിട്ട് പരസ്പരം നല്ല സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും പകർന്നു കൊടുത്താൽ, ഇത് ഏത് റിലേഷൻഷിപ്പിലാണെങ്കിലും അതാണ് വേണ്ടത്. അല്ലാണ്ട് അവരുടെ പല കാര്യങ്ങളിലും റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്ന് അത്രയും പൊസസീവായിട്ട് സ്നേഹിക്കുന്ന ആ ഒരു സ്നേഹത്തിന് അർത്ഥമില്ല എന്ന് തന്നെയാണ് ജനറലി എനിക്ക് പറയാനുള്ളത്. ചിലപ്പോൾ അത് അവരുടെ ഒരു വേ ഓഫ് സ്നേഹിക്കലായിരിക്കും. അവരങ്ങനെ ആയിരിക്കും അത് സ്നേഹിക്കുക, സ്നേഹം പ്രകടിപ്പിക്കുന്ന ആ രീതിയിലായിരിക്കും. പക്ഷെ അപ്പോഴും മനസ്സിലാക്കുക, അങ്ങനെ അല്ലാതെ എത്രയോ രീതികളുണ്ട് സ്നേഹം പ്രകടിപ്പിക്കാൻ. ഒരാളെയും ബുദ്ധിമുട്ടിച്ച് ഒരാളുടെ ക്യാരക്ടർ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിമറിച്ചുകൊണ്ടുള്ള സ്നേഹപ്രകടനങ്ങളും സ്നേഹം പിടിച്ചു വാങ്ങലും ഒന്നും അത്ര നല്ലതല്ല. അപ്പോൾ ആ പൊസസീവ് നേച്ചർ ആർക്കുണ്ടെങ്കിലും അത് കഴിയുന്നിടത്തോളം മാറ്റാനായിട്ട് ശ്രമിക്കുക. അവരുടെയും നമ്മളുടെയും എല്ലാവരുടെയും നല്ലതിന് അത് തന്നെയായിരിക്കും. നല്ലതായിട്ട് വരുന്നതിന് എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും അതിലുള്ള എന്തൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തതെന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ള നല്ല നല്ല മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ ലൈഫ് കുറച്ചുകൂടെ സ്മൂത്ത് ആവും. അല്ലെങ്കിൽ രണ്ട് പേർക്കും ടെൻഷൻ ആയിട്ട് ജീവിക്കാനേ പറ്റുള്ളൂ. ഇത് എല്ലാ റിലേഷൻഷിപ്പിലും ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഫ്രണ്ട്സിൻ്റെ ഇടയിൽ
ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ലവേഴ്സ്, പാരൻസ്, സിബ്ലിങ്സ്, എല്ലാ ലെവലിലും ഈ സംഭവം പ്രൊഫഷണൽ ഒരു പ്ലാറ്റ്ഫോമിലും ഒക്കെ ചിലപ്പോൾ ഇത് സംഭവിക്കാം. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. കുറച്ചുകൂടി ന്യൂട്രലായിട്ട് നമ്മൾ നമ്മുടെ കാര്യം കൂടുതൽ ഫോക്കസ് ചെയ്യുക. സ്നേഹം വേണ്ടാന്നും കൊടുക്കണ്ട വാങ്ങണ്ട എന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. അതൊക്കെ ആവശ്യത്തിന് മതി. കൂടുതൽ ഓവറായിട്ട് ബേർഡൻ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഓവർ ഡിമാൻഡിങ് ആൻഡ് ഓവർ ബേർഡനിങ് ദ അതർ പേഴ്സൺ, ഇറ്റ്സ് നോട്ട്. അതൊന്നും ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കില്ല. അല്ലെങ്കിൽ പിന്നെ ഒരാൾ അടിമയായിട്ട് ത്രൂ ഔട്ട് ദ ലൈഫ് ജീവിക്കേണ്ടി വരും. ഇത്രേ ഉള്ളൂ. അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്, ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെയാണ്. നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് പറയുക. അപ്പോൾ കമൻറ്റ് ബോക്സിലേക്ക് വരിക. ഇതെൻ്റെ ഒരു അഭിപ്രായമാണ്. ഇതൊരു ഓപ്പൺ പ്ലാറ്റ്ഫോം, ഞാൻ എപ്പോഴും പറയുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വന്ന് പറയാം കമൻറ്റ് ബോക്സിലേക്ക്. അപ്പോൾ സന്തോഷം. അപ്പോൾ ഈ ഒരു ടോപ്പിക്കാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിച്ചത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കട്ടെ. അപ്പോൾ എന്താണ് അഭിപ്രായങ്ങളൊക്കെ വന്ന് പറയുക. ഓക്കെ, നമുക്കതിനെക്കുറിച്ച് അപ്പോൾ എനിക്കും അറിയാമല്ലോ നിങ്ങളുടെ ഒപ്പീനിയൻ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു.